വെൽക്കം ബാക്ക്. ആദ്യം തന്നെ ഒരുപാട് സന്തോഷം, കാരണം നമുക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയതിനു ശേഷം ചെയ്യുന്ന ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ 1K സബ്സ്ക്രൈബേഴ്സ് ആവാൻ സഹായിച്ച എല്ലാവർക്കും, സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും, സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് മാത്രമൊന്നുമല്ല, 1K ആയാൽ നമ്മളൊരു ഗിവ് അവേ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അനൗൺസ്മെൻറ്റും കൂടെ നമ്മളിന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ അത് മാത്രമായിട്ട് വീഡിയോ ഇട്ടാൽ ഒന്നും ഉണ്ടാവില്ല, ഒരു 5 മിനിറ്റ് പോലും തികച്ചുണ്ടാവില്ല. അപ്പോൾ പിന്നെ അത് ഷോർട്സ് ആയിട്ട് കൺവേർട്ട് ആയി കഴിഞ്ഞാൽ ഷോർട്സിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് പോവാറേ ഇല്ല. അപ്പോൾ പിന്നെ നിങ്ങൾക്കത് കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു നമുക്ക് ന്യൂ ഇയർ വരികയാണെന്നുണ്ടെങ്കിൽ 2025, അപ്പോൾ അതിൽ കുറച്ച് പ്ലാനിങ്സും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ആക്കിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ കുറച്ച് വീഡിയോസൊക്കെ നിങ്ങൾ ഡേ ഇൻ മൈ ലൈഫിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ റാൻഡമായിട്ട് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് വീഡിയോസ് കൊടുത്തു എന്നുള്ളൂ. കാര്യം കൂടി പറയാനുണ്ട്, ഗിവ് അവേ കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാണ്ടിരിക്കുക, കമൻറ്റ് ചെയ്യാണ്ടിരിക്കുകയൊന്നും ചെയ്യരുത്. ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ 2025 പ്ലാൻ ചെയ്യാം. ഈ ഒരു 2025 ഞാൻ ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് ഡെയിലി പ്ലാനർ. പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നറിയാം. അതായത് നമ്മൾ ഡെയിലി എന്തൊക്കെ ചെയ്യണം, നമുക്ക് എന്തൊക്കെ വർക്ക് കംപ്ലീറ്റ് ആക്കാനുണ്ടെന്നൊക്കെ നേരത്തെ തന്നെ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്ത് വെക്കുക. അതാണ് ഡെയിലി പ്ലാനർ. ഈ ഒരു ഡെയിലി പ്ലാനർ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട രീതിയിലാണ് അത് സെറ്റ് ചെയ്യേണ്ടത്. അതായത് ചിലവർ ജോബ് ചെയ്യുന്നവരായിരിക്കും, ചിലർ പഠിക്കാൻ പോകുന്നവരായിരിക്കും, ചിലർ ഹൗസ് വൈഫ്സ് ആയിരിക്കും. സോ അവരവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളിലും മാറ്റം ഉണ്ടാകും. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ ഡെയിലി പ്ലാനർ സെറ്റ് ചെയ്യാം. ഏറ്റവും നല്ലത് തലേ ദിവസം തന്നെ പിറ്റത്തെ ദിവസം ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക. ഇൻഷാ അല്ലാ ആണ്, എന്നാലും നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊരു ധാരണ നമുക്ക് ഉണ്ടാവുമല്ലോ. ഫോർ എക്സാമ്പിൾ, രാവിലെ ഇന്ന ടൈമിന് എണീക്കണം. ഇപ്പോൾ 5 മണിക്ക് എണീക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളുടെ പിറ്റത്തെ ദിവസത്തെ ഫസ്റ്റ് പ്ലാനിങ് എന്താണ്, 5 മണിക്ക് എണീക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം പഠിക്കാനുണ്ടാവും. അപ്പോൾ ആ 1 ഹവർ എന്ത് ചെയ്യുക, സ്റ്റഡിക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുക. ഇനി ജോബിന് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളുണ്ടാവും. അതേപോലെ വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചാൽ നമുക്ക് ഒരുപാട് ടൈം ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും. ഒരുപാടൊന്നും ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒരു മീ ടൈമെങ്കിലും നമുക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ നമ്മുടെ വർക്കൊക്കെ ഈസി ആക്കാൻ വേണ്ടി നമുക്ക് അടുത്ത വർഷത്തോട്ട് ഒരു ഡെയിലി പ്ലാനറാണ് ആദ്യം തന്നെ സെറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യും കേട്ടോ. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു പുതിയ കാര്യമാണ്. എന്തെങ്കിലും എന്ന് പറയുന്നതിനപ്പുറം നമുക്കിഷ്ടമുള്ള ഒരു പുതിയ കാര്യം എന്നായിരിക്കും. സോ ഞാൻ ഈ വർഷം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പുതിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഗാർഡനിങ് ആണ്. അത് വലിയൊരു ഗാർഡൻ സെറ്റപ്പോ കാര്യങ്ങളോ ഒന്നുമല്ല, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിനി ഒരു ചിരട്ടയിൽ ഒരു കുഞ്ഞു ചെടി കുഴിച്ചിട്ടാണെന്നുണ്ടെങ്കിലും എനിക്കത് സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ ഇയർ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല, ഒരു ചെടി പോലും കുഴിച്ചിട്ടില്ലല്ലോ എന്നാണ് ഫസ്റ്റ് ഞാൻ ചിന്തിച്ചൊരു കാര്യം. ഇതിൻ്റെ മുൻപത്തെ വർഷം വരെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബിഷ്രു ചെറുതാണ്, അങ്ങനത്തെ കുറേ റീസണുണ്ട്, വലിയ കുഴപ്പമില്ലാണ്ട് പോയി. പക്ഷേ ഈ ഒരു വർഷം എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ട്യൂഷൻസും കാര്യങ്ങളും ഉണ്ട്, പക്ഷെ അതൊന്നും വലിയൊരു നേട്ടമായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നതല്ല. കാരണം ട്യൂഷൻ കാര്യങ്ങളെന്ന് പറയുന്നത് ഞാൻ എൻ്റെ +2 കഴിഞ്ഞിട്ട് എടുക്കാൻ തുടങ്ങിയതാണ്. ആ ഒരു ഏജിൽ ചെയ്ത കാര്യം തന്നെയാണ് വീണ്ടും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടാനുള്ള ഒരു കാര്യങ്ങളും ഇല്ല. അപ്പോൾ ഒരു ചെടി പോലും കുഴിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധം മനസ്സിൽ വന്നപ്പോഴാണ് എന്നൊരു ഗാർഡനിങ് ഒക്കെ ആവാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു പടിയായിട്ടാണ് കേട്ടോ നിങ്ങളിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ ഒരു വീഡിയോ ചെയ്തത്. ഒരു പ്ലാന്റ് പെയിൻറ്റ് ചെയ്ത് എന്നിട്ട് അതിലൊരു സ്നേക്ക് പ്ലാന്റ് ഒക്കെ കുഴിച്ചിട്ടിട്ടുണ്ട്. സോ ഞാൻ എൻ്റെ ഇഷ്ടങ്ങളാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് എന്ത് കാര്യം ചെയ്യാനാണോ ഇഷ്ടം, ചിലർക്ക് പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കാനായിരിക്കും, അപ്പോൾ നിങ്ങളത് പഠിക്കുക. അങ്ങനെ നിങ്ങൾക്ക് എന്തൊരു പുതിയ കാര്യമാണോ ചെയ്യാനുള്ളത് അത് നിങ്ങൾ ഈ 2025 ചെയ്യണമെന്ന് വിചാരിക്കുക. തേർഡ് വൺ എന്താണെന്ന് വെച്ചാൽ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. ഇനി വിഷൻ ബോർഡ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പോകാൻ ആഗ്രഹമുള്ള സ്ഥലങ്ങൾ, നമുക്ക് അച്ചീവ് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ, അതേപോലെ നമ്മൾ എന്താ പറയുക, ഡെയിലി ചെയ്യണമെന്ന് വിചാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, കുറച്ച് മോട്ടിവേഷൻ കോഡ്സ്, അങ്ങനെ നമുക്ക് ഇൻസ്പിറേഷൻ ആവുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ഒട്ടിച്ചിട്ട് ഒരു ബോർഡ് പോലെ സെറ്റ് ചെയ്തിട്ട് നമ്മളെപ്പോഴും കാണുന്ന സ്ഥലത്ത് വെക്കാം. അതാണ് വിഷൻ ബോർഡ്. അപ്പോൾ ഈ വിഷൻ ബോർഡ് കാണുമ്പം നമുക്ക് നമ്മളെ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ആ ഒരു ത്വര കൂടണം, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു റൂം ആൻഡ് ഡെസ്ക് മേക്ക് ഓവർ ആണ്. അതായത് ഒരു പുതിയ തുടക്കം എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ റൂമിൻ്റെ ഡെസ്കിൻ്റെ ലുക്കൊക്കെ ഒന്ന് മാറ്റണം, അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അതൊക്കെ നമ്മൾ വഴിയെ വീഡിയോ ഇടുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റഡീസിനെ കുറിച്ചിട്ടാണ്. അതായത് 2025 ആവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആനുവൽ എക്സാമിലോട്ട് നമ്മൾ ഒന്നും കൂടി അടുക്കുക എന്നുള്ള ഒരു മീനിങ്ങും കൂടെ അവിടെ ഉണ്ട്. സോ നിങ്ങൾ ഏതെങ്കിലും ക്ലാസ്സിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒരു വ്യക്തമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ അടുത്ത വർഷത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കുക. അടുത്ത വർഷത്തിലോട്ട് പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞാൽ അടുത്ത വർഷം ഇന്ന ദിവസം ഇന്നത് പഠിക്കണം എന്ന് പ്ലാൻ ചെയ്യല്ല, പക്ഷെ ഒരു സ്റ്റഡി പ്ലാനർ ഉണ്ടാക്കി വെക്കുക. മീൻസ് അതിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇന്ന ഡേറ്റ് മാത്രം ഇട്ട് വെച്ചാൽ മതി. നിങ്ങൾ പഠിക്കുമ്പം ആ ഒരു സബ്ജക്റ്റ് പഠിക്കുന്ന ദിവസത്തിൻ്റെ തലേന്ന് എന്ത് ചെയ്യുക, ഇന്ന സബ്ജക്റ്റ് പഠിക്കണം, ഇന്ന ടോപ്പിക്ക് പഠിക്കണം എന്ന് മാർക്ക്
മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. അങ്ങനെ ഒരു പ്ലാനർ ഇപ്പോൾ തന്നെ സെറ്റാക്കി വെക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 5 കാര്യങ്ങളും അടുത്ത വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ ലൈഫിൽ മാറേണ്ടിയിരിക്കണം അല്ലെങ്കിൽ ചേഞ്ചസ് ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇതുപോലെ നിങ്ങളുടെ ലൈഫിലും നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടാവും. അതൊക്കെ എന്തൊക്കെയാണെന്ന് ആലോചിക്കുക, അതൊക്കെ ഒന്ന് എഴുതി വെക്കുക, അതിനൊക്കെ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുക. അപ്പോൾ ഒരു ന്യൂ ഇയർ പ്ലാനിങ് ആയിട്ട് ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. സോ നിങ്ങളും നിങ്ങളുടെ ന്യൂ ഇയറിൽ പ്ലാൻ ചെയ്യാൻ തുടങ്ങുക. സോ ഇനി നമുക്ക് നമ്മുടെ ഗിവ് അവേ വിന്നറിനെ സെലക്ട് ചെയ്യാം. നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഓൾറെഡി അന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അന്ന് തൊട്ടിട്ട് നമുക്ക് 1K ആയ വരെയുള്ള വീഡിയോസിൻ്റെ കമൻറ്റ് സെക്ഷനിലാണ് നമ്മൾ വിന്നറിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ ഫാമിലി മെമ്പേഴ്സും ഒക്കെ ഇൻക്ലൂഡഡ് ആവും. കാരണം എന്നെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് അവർ തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ എൻ്റെ വീട്, അതായത് ഇപ്പോൾ എൻ്റെ ഉമ്മ, ഉപ്പ, എൻ്റെ അനിയന്മാർ, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മദറിൻലോ, എൻ്റെ ബ്രദറിൻലോ, അങ്ങനെ ആരുടെ കമൻറ്റ്സ് ഞാൻ കൺസിഡർ ചെയ്തിട്ടില്ല. അതേപോലെ എൻ്റെ സിസ്റ്റേഴ്സിൻ്റെയും കൺസിഡർ ചെയ്തിട്ടില്ല. പക്ഷേ അതല്ലാണ്ട് ഇപ്പം അവരുടെ മക്കൾ, പിന്നെ എൻ്റെ ആൻറ്റിമാർ, കസിൻ സിസ്റ്റേഴ്സ്, അവരൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ പുറത്തുനിന്ന് കാണുന്ന പോലെ തന്നെ അവരും എൻ്റെ വീഡിയോസ് കണ്ടിട്ട് തന്നെയാണ് കമൻറ്റ് ഇടുന്നത്. സോ അവർക്കും അർഹതപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു കാര്യമായിരുന്നു, എങ്ങാനും ഇതിൽ നമുക്ക് വിന്നറിനെ കിട്ടുമ്പം എനിക്കറിയുന്ന ഒരാളാണ് കിട്ടിയതെങ്കിൽ വേറെ അറിയാത്ത ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം. എനിക്ക് അത്രയും അത് പേഴ്സണലായിട്ട് തോന്നിയ ഒരാൾക്ക് കൊടുക്കണം എന്നായിരുന്നു വിചാരിച്ചിട്ടുള്ളത്. സോ നമുക്ക് സ്ഥിരമായിട്ട് കമൻറ്റ് വരുന്ന കുറച്ച് പേരുണ്ട്. അതിൽ നിന്ന് ഞാൻ ഒരാളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അനിമ KK എന്നാണ് ആ ഒരു അക്കൗണ്ട് ആളുടെ പേര്. അപ്പോൾ എന്തായാലും എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിന് ഒന്ന് എനിക്ക് മെസ്സേജ് അയക്കുക. ബിഷ്റൂസ് മോം തന്നെയാണ് ഇൻസ്റ്റാഗ്രാം പേജ്. ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ആൾക്ക് ഞാൻ എൻ്റെ വക ഒരു പേഴ്സണലായിട്ട് ഒരു ഗിഫ്റ്റും കൂടി തരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ വിന്നറിനെ കാണാം.